വൈഫൈ റൂട്ടറുകൾ വാങ്ങിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ വീട്ടിലേക്കും അതുപോലെ തന്നെ ഓഫീസിലേക്കൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ വാങ്ങാറ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ, സ്പീഡ്, അതുപോലെ തന്നെ എത്ര ദൂരം റേഞ്ച് വേണം, അതുപോലെ തന്നെ എത്ര ആൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു വൈഫൈ റൂട്ടർ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പം കുറേ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കുറേ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 4 ആൻറ്റിനൊക്കെ ഉള്ള വൈഫൈ റൂട്ടർ വാങ്ങേണ്ടി വരും. പിന്നെ സിംഗിൾ വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, അങ്ങനെ ആൻറ്റിനകൾ തന്നെ പല കാറ്റഗറീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് വരുന്നുണ്ട്, ഡുവൽ ബാൻഡ് വരുന്നുണ്ട്, സിംഗിൾ ബാൻഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പം വീട്ടിലേക്കൊക്കെ നോർമൽ യൂസൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, സിംഗിൾ ബാൻഡ് മതി. അത് ആൻറ്റിനയും പവറൊക്കെ കുറഞ്ഞ 1 ആൻറ്റിനൊക്കെ ഉള്ളത് നോക്കിയിട്ട് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഓഫീസ് നല്ല അത്യാവശ്യം ആൾക്കാരും അതുപോലെ തന്നെ കുറേ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ 4 ആൻറ്റിന, അതുപോലെ തന്നെ അത്യാവശ്യം സ്പീഡ്, ഡുവൽ ബാൻഡ്, ഇതൊക്കെ നോക്കിയിട്ടാണ് വാങ്ങേണ്ടത്. അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ, ഞാൻ അതിൻ്റെ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരാം. പിന്നെ TP ലിങ്കാണ് ഞാൻ കൂടുതലും ആൾക്കാരോടൊക്കെ എന്നോട് ചോദിക്കുന്നവരൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറ്. കാരണം അതിനെനിക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടിയതാണ്. പിന്നെ വലിയ കംപ്ലയിൻ്റ് ഒന്നും വരുത്തില്ല, 1 ഇയർ വാറണ്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാൻ അതിൻ്റെ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരാം.